ഇതാണ് ബ്രസീലിയൻ തിപ്പല്ലി. അത് പറഞ്ഞു വന്ന കുഴപ്പമൊന്നുമില്ല. ഓട്ടോമേറ്റഡ് വാൽവും സിസ്റ്റങ്ങളുമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ടൈമർ അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്ത് ഫുള്ള് നനഞ്ഞോളും. എറണാകുളം ജില്ലയിലെ ഒരു വെറൈറ്റി ഫാർമറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ്. പേര്? എൻ്റെ പേര് അജിത്ത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? അണ്ണൻ വെണ്ട കൃഷി ചെയ്തേക്കണ പോലെ നമ്മളിവിടെ കുരുമുളക് കൃഷി ചെയ്തേക്കുന്നു. അടിപൊളിയായിട്ട് കുരുമുളക് കൃഷി ആയിട്ട്. അതെ, 30 സെന്റില് ഞങ്ങളിത് നട്ടിട്ട് ഏകദേശം ഒരു 8 മാസം ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തിരികളായി എല്ലാം ആയിട്ടുണ്ട്. കണ്ടോ, തിരികള് ആയി തുടങ്ങിയിരിക്കുകയാണ്. എത്ര വർഷം നമുക്ക് വിളവെടുക്കാൻ പറ്റും? നമുക്ക് ആദ്യ കൊല്ലം തന്നെ വിളവെടുക്കാം. ഇത് എവിടെ വരെ ഹൈറ്റ് പോകും? നമുക്കിത് നോർമലി നമ്മുടെ ഒരു നെഞ്ചളവിലൊക്കെയാണ് മാക്സിമം ഹൈറ്റ് വരുന്നത്. പിന്നെ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്, അത് ചെയ്ത് കൊടുക്കാം. തിപ്പല്ലി ഇതുപോലെ തന്നെ തിപ്പല്ലി വളർത്തി വിടുക, എന്നിട്ട് രണ്ടാമത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ബഡ് ചെയ്തേക്കണതിന്റെ താഴെയായിട്ട് തിപ്പല്ലി മുളച്ചു വരും. ഇതാണ് ബഡിങ്. ഇതിന്റെ താഴെ നിന്ന് തിപ്പല്ലി മുളച്ചു വരും. അത് നമ്മൾ ഒടിച്ചു കളയുക. ഒടിച്ചു കളഞ്ഞില്ലെങ്കിൽ ആദ്യം കുറച്ചൊരു 5-6 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ ഒടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ ഗ്രോത്ത് കിട്ടും. അപ്പൊ ഇതിന്റെ ബേസ് വളങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്? ബേസ് വളങ്ങൾ കൊടുത്തേക്കണം അടിവളമായിട്ട് ചാണാപ്പൊടി, വേപ്പിണ്ണാക്ക്, എല്ലുപൊടി, ഡോളോമേറ്റും കൊടുത്തിട്ടുണ്ട്. ട്രിപ്രിഗേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. കൊടുക്കുന്നത് നമ്മൾ ട്യൂബിൽ കൂടെ നമുക്ക് രാസവളം കൊടുക്കാം, അല്ലാണ്ട് ജൈവം കൊടുക്കാം. രാസവളമാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്? ജൈവമാണ് കൊടുക്കുന്നത്. അപ്പൊ രാസവളം കൊടുക്കണേ കുറച്ച് ഈൽഡ് കൂടുതൽ കിട്ടും. അതെ. കുരുമുളക് മേലിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഞങ്ങളൊരു 8 വർഷമായി. 8 വർഷമായി. ആശാൻ നിപ്പുണ്ട്. അപ്പൊ ആശാനാണ് ഇത്. പേരെന്നാ? എൻ്റെ പേര് പ്രമോദ് എന്നാണ്. ഈ അണ്ണനാണ് അനിയനെയും കൊണ്ട് ഈ കൃഷിയിലേക്ക് എത്തിച്ചത്. ഇവര് കുടുംബപരമായിട്ടാണ് കാർഷിക മേഖലയിൽ ഇടപെടുന്നത് കേട്ടാ. ഈ കേരളത്തിൽ കൃഷി ചെയ്യുമ്പോഴേ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരുപാട് പേര് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ലോ കോസ്റ്റില് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഏതായിരിക്കും? നമുക്ക് ബുഷ് പേപ്പർ ചെയ്യാം. ഇത് തന്നെ. അതെ, ബുഷ് പേപ്പർ തന്നെ ചെയ്യാം. ഇതിന്റെ പൈപ്പിന്റെ ആവശ്യം വേണമെന്നൊന്നുമില്ല. ഇത് വേണ്ട. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് കണ്ടോ, ഇതുപോലെ ഒരു കമ്പ് മാത്രം കൊടുത്താൽ മതി. കമ്പ് ഏതായാലും നാട്ടിൻപുറത്ത് ഇഷ്ടംമാതിരി കിട്ടും. അതെ. അപ്പൊ ഈ കുരുമുളകിന്റെ അതിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? ഇതിന്റെ തൈക്ക് അത് നമുക്ക് 130 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. വരും. അപ്പൊ ആ തൈയുടെ പൈസ പ്ലസ് ഒരു കമ്പ് ഒടിച്ചു കൂത്തി തുടങ്ങിയാൽ മതി, വേറെ ഒന്നും. അപ്പൊ ഇത് വളർന്നു വരുമ്പോഴാ ഒരു കൊട പോലെ വിരിഞ്ഞു വരും. ഇതെല്ലാം ബുഷ് അടിച്ചിങ്ങനെ. ആ സമയത്ത് അന്നേരം അതും ഇത് തന്നെ മതി. ഒന്നും ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. കൊടുക്കാനുള്ള ഒരു കമ്പ് വേണമെങ്കിൽ അന്നേരം അഡീഷണൽ കൊടുക്കാം. അതെ, കൊടുക്കാം. നോർമലി ഇപ്പൊ ഈ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മാസത്തിൽ എന്തെങ്കിലും ഫംഗിസൈഡ് കൊടുക്കുന്നു. അതെ. കാര്യമായിട്ട് പരിചരണം കൊടുക്കാതെ വീട്ടുമുറ്റത്തും മുതലേ ചെയ്യാൻ പറ്റും. അടുക്കള തോട്ടത്തിൽ വരെ. അതെ. തിപ്പല്ലി ചെയ്തുകൊണ്ട് ഇതിനകത്ത് അസുഖങ്ങൾ തീരെ കുറവാണ്. ഇത് ഏതാണ് വെറൈറ്റി? ഇത് നമുക്ക് പന്നിയൂരാണ്. പന്നിയൂര്. ഞാൻ ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ. വെയിലിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിനുണ്ടോ? പന്നിയൂരിനുണ്ട്. മഴനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടോ? ഉണ്ട്. തിപ്പല്ലി ഉള്ളതുകൊണ്ട് അതുണ്ട്. മറ്റുള്ള ഏത് വെറൈറ്റിക്കാണ് ഇത് ഇല്ലാത്തതൊക്കെ? നമുക്ക് ശരിക്കും കുരുമുളക് തന്നെ 300 ജില്ലാനും വെറൈറ്റീസുകളുണ്ട്. അതിന് ഏറ്റവും നല്ല വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല വെറൈറ്റികളുണ്ട്. നമ്മൾ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നല്ല തുറന്ന സ്ഥലമാണ്, അതുകൊണ്ട് നല്ല വെയിലുണ്ട്. വെയിലിനെ പ്രതിരോധിക്കാനായിട്ട് പന്നിയൂര് ഏറ്റവും ബെസ്റ്റ്. ഒരു വർഷം നമുക്ക് എത്ര ഈൽഡുള്ള സാധ്യതയുണ്ട്? നമുക്കൊരു 100 തൈ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 to 5 കിലോ വരെയൊക്കെ നമുക്ക് മാസം ലഭിക്കും. ഇപ്പൊ ഒരു വീട്ടിൽ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആവറേജ് ഒരു വർഷം ഒരു 10 മുകളില് കുരുമുളകാണ് ആവശ്യം വരുന്നത്. അപ്പൊ ഒരു വീട്ടിലൊരു 10 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 10 മേടിച്ച് ഇങ്ങനെ പരിചരിച്ചാൽ തന്നെ നല്ല ഉണ്ട്. നോക്കിയേ, ഭംഗിയൊന്നും നോക്കിയേ. അലങ്കാരത്തിനും ആഹാരത്തിനും എന്ന രീതിയിലെ കുരുമുളക് കൃഷിയിലൊക്കെ നമുക്ക് ഇടപെടാവുന്നതാണ്. ഈ നാടൻ വിട്ടുള്ള കളി ഇല്ലേ? നാടൻ വിട്ട് കളിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നാടൻ വിട്ടുള്ള കളി? നമ്മളിപ്പോ പന്നിയൂർ കരിമുണ്ട അല്ലാണ്ട് ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ്, അതുപോലെ തന്നെ കുതിരവാരി, അങ്ങനെ കുറെ വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നത്. അത് കണ്ടാൽ അറിയാൻ പറ്റും അതിനകത്ത് ഉണ്ട്. ഏതാണ് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഇതൊക്കെ പന്നിയൂരാണ്. അതല്ലാണ്ട് നമ്മൾ ആ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈ റേഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാത്തിനും നമ്മളിങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുക്കണം തന്നെ. ആദ്യത്തെ ഒരു തന്നെ പിടിച്ചാൽ കപ്പാസിറ്റി ഒന്നും ഇല്ല. കുറ്റി കുരുമുളകിന് ഒരിക്കലും വേര് പൊട്ടില്ല. നമുക്ക് വീട്ടിൽ ഇരുന്ന് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. രാവിലെ എത്ര സമയം കൊടുക്കും ഇറിഗേഷൻ? നമ്മൾ രാവിലെ ഇത് നട്ട് കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ 3 നേരം കൊടുക്കും, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. അത് കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞാണെങ്കിൽ രാവിലെയും വൈകിട്ട് മാത്രം കൊടുക്കും. ആഴ്ചയിലൊന്നും പരിചരിക്കും. അതെ. ഇതിപ്പോൾ നമ്മൾ മാനുവലി കിടക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മളിതിൽ 2 രീതിയിലാണ് നന കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ തിപ്പല്ലിക്ക് തോട്ടിൽ നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഫുള്ളി നനയ്ക്കുക എപ്പോഴും. ഫുള്ളി നനയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോളിനേഷൻ നടക്കുന്നത്, അതിൻ്റെ പരാഗണം നടക്കുന്നത് വെള്ളത്തിൽ കൂടിയാണ്. തിരി നനഞ്ഞു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് മണി പിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മിനി സ്പ്രിംഗ്ലർ മുഴുവൻ കൊടുത്തേക്കുവാണ്. നമുക്ക് ഏത് ചൂടുള്ള സമയത്തും നമുക്ക് ഇതിന്റെ താപനില കൺട്രോൾ ചെയ്യാൻ പറ്റും. വെള്ളം എത്ര ചോട്ട് നിന്നാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. മണിക്കൂറെല്ലാം കിടന്നാലും കുഴപ്പമില്ല. മണിക്കൂറല്ല, 365 ദിവസം കിടന്നാലും യാതൊരു പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്, നമ്മുടെ നഴ്സറി വരുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എല്ലാം നമ്മുടെ സ്വന്തം ഉൽപ്പാദനം മാത്രമേ മൊത്തമുള്ളൂ, എടുത്തു വെക്കൽ നമുക്കില്ല.
ഒരേ വെറൈറ്റി ഇവിടെ എഴുതി വെച്ചിരിക്കല്ലേ? അതായത് കുതിരവാലി അല്ലേ? അങ്ങനെ എത്ര വെറൈറ്റി ഉണ്ട് നമുക്ക് ടോട്ടൽ? നമുക്ക് ഇവിടെ ഏകദേശം ഒരു ഇപ്പം നല്ല ഇനങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് ഉൾപ്പെടെ അല്ലേ? ഹൈബ്രിഡ് ഉൾപ്പെടെ. ഇതാണ് തിപ്പല്ലി. നമ്മൾ ഇതിനകത്താണ് നമ്മൾ നമ്മുടെ കുരുമുളക് ബഡ് ചെയ്യുന്നത്. കാരണം പറഞ്ഞു പോകുന്നു. അത് കുഴപ്പമില്ല. ഞാൻ ബ്രസീലിയൻ തിപ്പല്ലി.